ഇതിനകത്ത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ മോദി പറഞ്ഞ ഈ കുചേല പരാമർശം ഒരുപക്ഷെ മോദി പറഞ്ഞത് അതിലെ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ സ്വയം കൃഷ്ണനായി മാറുന്നു. കുചേലൻ ആരാണെന്ന് കുചേലൻ അല്ല ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചു കുബേരന്മാർ. ഈ ഇന്ത്യയിലെ കുബേരന്മാർ ഏത് കുബേരന്മാരാണ് മോദിയെ സഹായിക്കുന്നത്, സംഘപരിവാർ ഭരണകൂടത്തെ സഹായിക്കുന്നത് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. 5992 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ BJPക്ക് ലഭിച്ചത്. ഈ 5992 കോടിയിൽ ഏറ്റവും കൂടുതൽ നൽകിയത് ഇവിടുത്തെ അതിസമ്പന്നന്മാരായ അംബാനിയും അദാനിയും അടക്കമുള്ള ഈ മൾട്ടി ബില്യണർമാരെന്ന് പറയുന്നവർ തന്നെയായിരിക്കും. അവർ കൃത്യമായും നമുക്ക് ഈ കഥ പരാമർശിക്കുമ്പോൾ നമുക്കറിയാം. കുചേലൻ്റെ കഥ പറയുമ്പോൾ കുചേലൻ്റെ ഭാര്യയാണല്ലോ ഈ വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ കാരണം പഴയ സുഹൃത്തിനും ചെന്ന് കാണും എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്ന ഒരു കഥയുണ്ടല്ലോ, അവിൽപ്പതിയുമായി കൊടുത്തു വിടുന്നത്. ഇവിടെ ആ കഥ എടുത്ത് പരാമർശിച്ചുകൊണ്ട് തന്നെ മോദി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മോദിയെ പൊളിച്ചെടുക്കാൻ പറ്റിയ കാര്യം അതിനകത്തുണ്ട്. ആരാണ് ഇവിടെ സഹായം അഭ്യർത്ഥിച്ച് വരുന്നത്? ഇവിടുത്തെ കോർപ്പറേറ്റുകളാണ്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയം രൂപപ്പെടുത്തിയെടുത്തതാണ് ഈ പറയുന്ന കൃഷ്ണമോദിയാണ്. അപ്പോൾ ഈ കുബേരൻ എന്ന് പറയുന്ന ആ കുചേലനല്ല, മോദി ഉദ്ദേശിച്ചത് കുബേരനാണ്. എന്നെ സഹായിക്കുന്ന, ഞങ്ങളെ സഹായിക്കുന്ന കുബേരന്മാരെ തടയാൻ ആരാണ് ഇവിടെ ഉള്ളത്? ഒരു കോടതിയും തടയേണ്ടതില്ല എന്നൊരു ഭീഷണി, നേരത്തെ ഒരു ഭീഷണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ പറയുന്നത് പോലെ ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുക. ചങ്ങാത്ത മുതലാളിത്തമാണെന്ന് മുതലാളി മോദി സമ്മതിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തം തന്നെയാണ്. കാരണം ഇവർ ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ തയ്യാറാക്കുന്നു, അതിനുവേണ്ടി പണം അവർ ഫണ്ട് ചെയ്യുന്നു, അതിന് അവർക്ക് അനുകൂലമായ നയം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് മോദി പറഞ്ഞു വെച്ചത്. ഞങ്ങൾ ഇത് തന്നെയാണ് തുടരാൻ പോകുന്നത്. ഒരു കോടതിയും ചോദിക്കേണ്ടടാ എന്നാണ് മോദി പറഞ്ഞത്. അല്ലാതെ ഒരു നീതിപീഠത്തോടോ ആ വിധിയോടോ ഒരു ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടല്ല. ആരടാ എന്ന് നമ്മൾ ചോദിക്കത്തില്ല. അത് തന്നെയാണ് മോദി ചോദിച്ചത്. അത് ഒരു വലിയ പ്രശ്നമാണ്. മോദിക്ക് ഈ 4 എസ്റ്റേറ്റുകളിൽ ഒരു എസ്റ്റേറ്റ് മോദിക്ക് ബാധകമല്ല. ലെജിസ്ലേച്ചർ ബാധകമല്ല, എക്സിക്യൂട്ടീവ് ബാധകമല്ല, ജുഡീഷ്യറി ബാധകമല്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് നമ്മളൊക്കെ വല്ല ഈ പറയുന്ന ഫോർത്ത് എസ്റ്റേറ്റ് ഒരു സ്റ്റേറ്റുമല്ല എന്ന് നേരത്തെ തന്നെ മോദി പറഞ്ഞിട്ടുണ്ട്. ഈ ജുഡീഷ്യറിയും ബാധകമല്ല, പോടാ എന്ന് പറയുന്നത് തന്നെയാണ് മോദി കോടതിയോട് പറഞ്ഞത്.